ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ വരുന്ന ശനിയാഴ്ച, അതായത് 30/5/2026 നടത്താനിരിക്കുന്ന ഒന്നാമത്തെ മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാകുന്നതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. കിലിയോൻ്റെ ഭാര്യയുടെ പേരെന്ത്? എ. റൂത്ത്, ബി. ഓർഫ, സി. നവോമി, ഡി. സലോമി. ഉത്തരം ബി. ഓർഫ. ചോദ്യം 2. മരണത്തിലൂടെ നവോമിക്ക് ആരെയെല്ലാം നഷ്ടപ്പെട്ടു? എ. അമ്മയെയും മരുമക്കളെയും, ബി. റൂത്തും ഓർഫയെയും, സി. പിതാവിനെയും മക്കളെയും, ഡി. ഭർത്താവിനെയും പുത്രന്മാരെയും. ഉത്തരം ഡി. ഭർത്താവും പുത്രന്മാരും. ചോദ്യം 3. മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അമ്മായിയമ്മയ്ക്ക് വേണ്ടി എവിടേക്ക് വന്നുവെന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? എ. തന്നെ വെറുക്കുന്നവരുടെ ഇടയിലേക്ക്, ബി. അന്യനാട്ടിലേക്ക്, സി. ശത്രുക്കളുടെ ഇടയിലേക്ക്, ഡി. അപരിചിതരായ ജനത്തിൻ്റെ ഇടയിലേക്ക്. ഉത്തരം ഡി. അപരിചിതരായ ജനത്തിൻ്റെ ഇടയിലേക്ക്. ചോദ്യം 4. അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്ന് റൂത്ത് ബോവാസിനോട് പറയുന്നതിന് പിന്നിലെ കാരണമെന്ത്? എ. ബോവാസ് തൻ്റെ അടുത്ത ബന്ധുവാകയാൽ, ബി. താനൊരു വിധവയായതുകൊണ്ട്, സി. ബോവാസ് ഒരു ധനികനായതുകൊണ്ട്, ഡി. ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട്. ഉത്തരം എ. ബോവാസ് തൻ്റെ അടുത്ത ബന്ധുവാകയാൽ. ചോദ്യം 5. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത സ്ത്രീകൾ ആരൊക്കെ? എ. സാറായും ഹാഗാറും, ബി. റൂത്തും ഓർഫയും, സി. റാഹേൽ ലേയ, ഡി. മറിയവും എലിസബത്തും. ഉത്തരം സി. റാഹേൽ ലേയ. ചോദ്യം 6. നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാനുള്ള കാരണമെന്ത്? എ. മക്കൾ മരിച്ചതുകൊണ്ട്, ബി. ഭർത്താവ് മരിച്ചതുകൊണ്ട്, സി. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട്, ഡി. മരുമക്കൾ നിർബന്ധിച്ചതുകൊണ്ട്. ഉത്തരം സി. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട്. ചോദ്യം 7. ആര് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? എ. സൈന്യങ്ങളുടെ കർത്താവ്, ബി. സർവശക്തനായ ദൈവം, സി. കാരുണ്യവാനായ ദൈവം, ഡി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ഉത്തരം ഡി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ചോദ്യം 8. ആരെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ എന്നാണ് റൂത്ത് 3:10 ബോവാസ് റൂത്തിനോട് പറയുന്നത്? എ. മൊവാബ്യരെ, ബി. യുവാക്കന്മാരെ, സി. വീരന്മാരെ, ഡി. രാജാക്കന്മാരെ. ഉത്തരം ബി. യുവാക്കന്മാരെ. ചോദ്യം 9. റാഹേൽ, ലേയ എന്നിവരെക്കുറിച്ച് പ്രസ്താവിക്കുന്ന പഴയ നിയമ അധ്യായമേത്? എ. ഉൽപ്പത്തി 30, ബി. ഉൽപ്പത്തി 28, സി. ഉൽപ്പത്തി 31, ഡി. ഉൽപ്പത്തി 29. ഉത്തരം ഡി. ഉൽപ്പത്തി 29. ചോദ്യം 10. നവോമി താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോട് കൂടെ പുറപ്പെട്ട് ആദ്യം എത്തിച്ചേർന്ന സ്ഥലം ഏത്? എ. ബെത്ലഹേം, ബി. യൂദയായിലേക്കുള്ള വഴിയിൽ, സി. ജെറൂസലേമിൽ, ഡി. റാമായിൽ. ഉത്തരം ബി. യൂദായിലേക്കുള്ള വഴിയിൽ. ചോദ്യം 11. ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിന് എന്താണ് നൽകിയത്? എ. തേൻ, ബി. ബാർലിയപ്പം, സി. മലർ, ഡി. അത്തിപ്പഴം. ഉത്തരം സി. മലർ. ചോദ്യം 12. പൂരിപ്പിക്കുക. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെ ആക്കട്ടെ. നീ എഫ്രാത്തയിൽ ഡാഷ്, ബെത്ലഹേമിൽ ഡാഷ്. എ. ഐശ്വര്യവാനും പ്രസിദ്ധനുമാകട്ടെ, ബി. ഭാഗ്യവാനും പ്രസിദ്ധനുമാകട്ടെ, സി. പൂർവ്വപിതാവും പ്രസിദ്ധനുമാകട്ടെ, ഡി. ഐശ്വര്യവാനും അറിയപ്പെടുന്നവനുമാകട്ടെ. ഉത്തരം എ. ഐശ്വര്യവാനും പ്രസിദ്ധനുമാകട്ടെ. ചോദ്യം 13.
എന്തിൽ മുക്കി അപ്പം ഭക്ഷിക്കാനാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? എ പഴച്ചാറിൽ മുക്കി, ബി പാലിൽ മുക്കി, സി വീഞ്ഞിൽ മുക്കി, ഡി തേനിൽ മുക്കി. ഉത്തരം സി വീഞ്ഞിൽ മുക്കി. ചോദ്യം 14. ബോവാസ് റൂത്തിനെ സ്വീകരിക്കാൻ തടസ്സമായി പറയുന്ന കാരണമെന്ത്? എ താൻ ഒരു വൃദ്ധനാണ്, ബി താൻ വിവാഹിതനാണ്, സി തന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ റൂത്തിനുണ്ട്, ഡി തൻ്റെ കുടുംബക്കാർ എതിർക്കും. ഉത്തരം സി തന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ റൂത്തിനുണ്ട്. ചോദ്യം 15. പേരസിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? എ ബോവാസ് റൂത്ത്, ബി എലിമെലക്ക് നവോമി, സി യാക്കോബ് ലേയ, ഡി യൂദ താമാർ. ഉത്തരം ടി യൂദ താമാർ. തുടർന്നു വരുന്ന 15 ചോദ്യങ്ങൾ 1 സാമുവേലിൽ നിന്നുമുള്ളവയാണ്. ചോദ്യം 16. ദാവീദ് ഹെബ്രോണിൽ നിന്ന് തലസ്ഥാനം എവിടേക്കാണ് മാറ്റിയത്? എ ദമാസ്കസിലേക്ക്, ബി ജെറുസലേമിലേക്ക്, സി ബെത്ലഹേമിലേക്ക്, ഡി ബഥേലിലേക്ക്. ഉത്തരം ബി ജെറുസലേമിലേക്ക്. ചോദ്യം 17. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി എന്തു ചെയ്യുന്നു? എ ഭിക്ഷയാചിക്കുന്നു, ബി കൈനീട്ടുന്നു, സി അടിമവേല ചെയ്യുന്നു, ഡി കൂലിപ്പണി ചെയ്യുന്നു. ഉത്തരം ഡി കൂലിപ്പണി ചെയ്യുന്നു. ചോദ്യം 18. ആര് ആരോട് പറഞ്ഞു? ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കും. എ ആത്മാവ് സാമുവലിനോട്, ബി നാഥാൻ പ്രവാചകൻ സാമുവലിനോട്, സി ദൈവം സാമുവലിനോട്, ഡി കർത്താവ് സാമുവലിനോട്. ഉത്തരം ഡി കർത്താവ് സാമുവലിനോട്. ചോദ്യം 19. ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നാണ് ഫിലിസ്തീർ പറയുന്നത്? എ നമ്മുടെ മരണം ഉറപ്പാണ്, ബി നമ്മൾ നാട് കടത്തപ്പെടും, സി നാം അവർക്ക് അടിമകളാകേണ്ടി വരും, ഡി നമ്മൾ പരദേശികളാകും. ഉത്തരം സി നാം അവർക്ക് അടിമകളാകേണ്ടി വരും. ചോദ്യം 20. എവിടെ നിന്നാണ് ഫിലിസ്തീർ ദൈവത്തിൻ്റെ പേടകം അഷ്തോദിലേക്ക് കൊണ്ടുപോയത്? എ എക്രോണിൽ നിന്ന്, ബി ജെറുസലേമിൽ നിന്ന്, സി ഗത്തിൽ നിന്ന്, ഡി എബ്നേസറിൽ നിന്ന്. ഉത്തരം ഡി എബ്നേസറിൽ നിന്ന്. ചോദ്യം 21. കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ടുള്ള വണ്ടിയുമായി എപ്രകാരമാണ് പശുക്കൾ ബെത്ഷെമെഷിലേക്കുള്ള പെരുവഴിയിലൂടെ പോയത്? എ അതിവേഗത്തിൽ ഇടംവലം നോക്കാതെ, ബി അമറിക്കൊണ്ട് ഇടംവലം നോക്കാതെ, സി അമറിക്കൊണ്ട് അതിവേഗത്തിൽ, ഡി ഭയപ്പെട്ട് അമറിക്കൊണ്ട്. ഉത്തരം ബി അമറിക്കൊണ്ട് ഇടംവലം നോക്കാതെ. ചോദ്യം 22. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്നു പറഞ്ഞ് സാമുവൽ പേരിട്ട സ്ഥലമേത്? എ അഷ്കലോൺ, ബി അബ്സേനർ, സി എലിയേസർ, ഡി എബ്നേസർ. ഉത്തരം ഡി എബ്നേസർ. ചോദ്യം 23. ആകെ എത്ര വർഷമാണ് ദാവീദിൻ്റെ ഭരണകാലം? എ 40, ബി 30, സി 28, ഡി 20. ഉത്തരം എ 40. ചോദ്യം 24. ആരാണ് സംതൃപ്തി അടയുന്നത്? എ ദൈവത്തിനെ ആശ്രയിച്ചവർ, ബി എളിമയുള്ളവർ, സി വിശപ്പ് അനുഭവിച്ചിരുന്നവർ, ഡി നീതിമാന്മാർ. ഉത്തരം സി വിശപ്പ് അനുഭവിച്ചിരുന്നവർ. ചോദ്യം 25. എന്ത് അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതുമൂലം ഞാൻ ഏലിയുടെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്നാണ് കർത്താവ് സാമുവലിനോട് പറയുന്നത്? എ മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം, ബി മക്കൾ ദേവാലയം കൊള്ള ചെയ്യുന്ന കാര്യം, സി മക്കളുടെ ദുർനടത്തം, ഡി മക്കളുടെ അകൃത്യം. ഉത്തരം എ മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം. ചോദ്യം 26. ഫിലിസ്തീനും ഇസ്രായേലും തമ്മിലുള്ള രണ്ടാമത്തെ യുദ്ധത്തിൽ എത്ര ഇസ്രായേൽ പടയാളികൾ നിലം പതിച്ചു? എ 4000, ബി 30,000, സി 40,000, ഡി 3000. ഉത്തരം ബി 30,000. ചോദ്യം 27. ദൈവത്തിൻ്റെ പേടകം സ്ഥാപിച്ച രണ്ടാമത്തെ ദിവസം വാതിൽപ്പടിയിൽ കിടക്കുന്നതായി
അഷ്ദോദിലെ ജനങ്ങൾ കണ്ടത് എന്താണ്? എ. ബാൽദേവൻ്റെ തലയും കൈകളും, ബി. അറ്റുപോയ കെമോഷിൻ്റെ തലയും കൈകളും, സി. അറ്റുപോയ ദാഗോൻ്റെ തലയും കൈകളും, ഡി. അറ്റുപോയ ദാഗോൻ്റെ തലയും കാലുകളും. ഉത്തരം സി. അറ്റുപോയ ദാഗോൻ്റെ തലയും കൈകളും. ചോദ്യം 28. കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ടുള്ള വണ്ടിയെ ബെഷമെഷ് അതിർത്തി വരെ അനുധാവനം ചെയ്തത് ആരാണ്? എ. ഫിലിസ്ത്യ ജനങ്ങൾ, ബി. ഫിലിസ്ത്യ പുരോഹിതർ, സി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ, ഡി. എക്രോണിലെ ജനങ്ങൾ. ഉത്തരം സി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ചോദ്യം 29. സാമൂലിൻ്റെ കാലമത്രയും കർത്താവിൻ്റെ കരം ആർക്കെതിരെയാണ് ബലപ്പെട്ടിരുന്നത്? എ. അന്യദേവന്മാർക്കെതിരെ, ബി. ഫിലിസ്ത്യ നേതാക്കൾക്കെതിരെ, സി. ഫിലിസ്ത്യർക്കെതിരെ, ഡി. ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്കെതിരെ. ഉത്തരം സി. ഫിലിസ്ത്യർക്കെതിരെ. ചോദ്യം 30. ഫിലിസ്ത്യർ കൈവശമാക്കിയിരുന്ന എവിടം മുതൽ എവിടം വരെയുള്ള പ്രദേശങ്ങളെല്ലാമാണ് അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തത്? എ. എക്രോൺ മുതൽ ബെത്ത്കാർ വരെ, ബി. എക്രോൺ മുതൽ ഗത്ത് വരെ, സി. ബഥേൽ മുതൽ ഗത്ത് വരെ, ഡി. എക്രോൺ മുതൽ ഗാസ വരെ. ഉത്തരം ബി. എക്രോൺ മുതൽ ഗത്ത് വരെ. ചോദ്യം 31. കണ്ടിട്ടോ കേട്ടിട്ടോ മതിവരാത്തത് ആർക്ക്? എ. കണ്ണിനും കാതിനും, ബി. ബുദ്ധിക്കും ചെവിക്കും, സി. കണ്ണിനും ചെവിക്കും, ഡി. കണ്ണിനും മനസ്സിനും. ഉത്തരം സി. കണ്ണിനും ചെവിക്കും. ചോദ്യം 32. ഹ്രസ്വജീവിതത്തെ വചനം എങ്ങനെയുള്ളതായാണ് വിശേഷിപ്പിക്കുന്നത്? എ. മൂല്യമുള്ളത്, ബി. വ്യർത്ഥമായത്, സി. സുന്ദരമായത്, ഡി. കഠിനമായത്. ഉത്തരം ബി. വ്യർത്ഥമായത്. ചോദ്യം 33. ദൈവത്തിന് എന്ത് നേർന്നാലാണ് നിറവേറ്റാൻ താമസിക്കരുതാത്തത്? എ. ബലി, ബി. സ്തുതി, സി. നേർച്ച, ഡി. ധനം. ഉത്തരം സി. നേർച്ച. ചോദ്യം 34. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ് എന്ന് പറയാൻ കാരണമെന്ത്? എ. ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും, ബി. അവർ ഒരിക്കലും പ്രശ്നങ്ങൾ നേരിടില്ല, സി. ധനം വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഡി. മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല. ഉത്തരം എ. ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. ചോദ്യം 35. ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ എന്ത് ചെയ്യാൻ സാധ്യമല്ല? എ. കൂട്ടാനോ കുറയ്ക്കാനോ, ബി. നോക്കി നിൽക്കാൻ, സി. മനസ്സിലാക്കാൻ, ഡി. വിമർശിക്കാൻ. ഉത്തരം എ. കൂട്ടാനോ കുറയ്ക്കാനോ. ചോദ്യം 36. സഭാപ്രസംഗകൻ ജീവിതം വെറുക്കാൻ കാരണമെന്ത്? എ. രോഗം വന്നതിനാൽ, ബി. എല്ലാം വേദനാജനകവും മിഥ്യയുമായതിനാൽ, സി. ശത്രുക്കൾ വർദ്ധിച്ചതിനാൽ, ഡി. വാർദ്ധക്യം വന്നതിനാൽ. ഉത്തരം ബി. എല്ലാം വേദനാജനകവും മിഥ്യയുമായതിനാൽ. ചോദ്യം 37. സൂര്യന് കീഴെ എന്തില്ല എന്നാണ് 1:9 പറയുന്നത്? എ. സൂര്യൻ ഉദിക്കുന്നു, ബി. പുതുതായി ഒന്നുമില്ല, സി. നദികൾ ഒഴുകുന്നു, ഡി. തലമുറകൾ വരുന്നു. ഉത്തരം ബി. പുതുതായി ഒന്നുമില്ല. ചോദ്യം 38. മനുഷ്യൻ നിഴൽ പോലെ എന്ത് ചെയ്യുന്നു? എ. നിൽക്കുന്നു, ബി. ഓടുന്നു, സി. കടന്നു പോകുന്നു, ഡി. മയങ്ങുന്നു. ഉത്തരം സി. കടന്നു പോകുന്നു. ചോദ്യം 39. 2 പേർ എങ്ങനെ കിടന്നാലാണ് അവർക്ക് ചൂട് ലഭിക്കുക? എ. വെവ്വേറെ, ബി. ഒരുമിച്ച്, സി. നിലത്ത്, ഡി. കട്ടിലിൽ. ഉത്തരം ബി. ഒരുമിച്ച്. ചോദ്യം 40. ന്യായപീഠത്തിൽ പോലും എന്ത് കുടികൊള്ളുന്നതായാണ് കണ്ടത്? എ. നീതി, ബി. സത്യം, സി. തിന്മ, ഡി. കാരുണ്യം. ഉത്തരം സി. തിന്മ. ചോദ്യം 41. ഒരാൾ തൻ്റെ ജ്ഞാനവും അറിവും ഉപയോഗിച്ച് ഉണ്ടാക്കിയവ ആർക്കാണ് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നത്? എ. തൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ബി. അതിനുവേണ്ടി അശേഷം അധ്വാനിക്കാത്തവന്, സി. ദൈവത്തിന്, ഡി. ശത്രുക്കൾക്ക്. ഉത്തരം ബി. അതിനുവേണ്ടി അശേഷം അധ്വാനിക്കാത്തവന്. ചോദ്യം 42.
വരാനിരിക്കുന്നവയെ ആര് ഓർമ്മിക്കുകയില്ല? എ. ചരിത്രകാരന്മാർ, ബി. ജ്ഞാനികൾ, സി. ഇസ്രായേൽ ജനത, ഡി. ശേഷം വരാനിരിക്കുന്നവർ. ഉത്തരം ഡി. ശേഷം വരാനിരിക്കുന്നവർ. ചോദ്യം 43. മനുഷ്യൻ തൻ്റെ ജീവിതകാലം മുഴുവൻ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? എ. സന്തോഷത്തിൽ, ബി. നിഴൽ പോലെ വ്യർത്ഥമായി, സി. വലിയ കാര്യങ്ങൾ, ഡി. ജ്ഞാനം സമ്പാദിച്ചുകൊണ്ട്. ഉത്തരം ബി. നിഴൽ പോലെ വ്യർത്ഥമായി. ചോദ്യം 44. തെറ്റുപറ്റിയതാണെന്ന് ആരോട് പറയാൻ ഇടവരരുത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ. പ്രവാചകനോട്, ബി. പുരോഹിതനോട്, സി. ദൂതനോട്, ഡി. രാജാവിനോട്. ഉത്തരം സി. ദൂതനോട്. ചോദ്യം 45. ഒറ്റയ്ക്കായിരിക്കുന്നവനെ എന്ത് ചെയ്യാൻ സാധിച്ചേക്കാം? എ. സഹായിക്കാൻ, ബി. സന്തോഷിപ്പിക്കാൻ, സി. മോചിപ്പിക്കാൻ, ഡി. കീഴ്പ്പെടുത്താൻ. ഉത്തരം ഡി. കീഴ്പ്പെടുത്താൻ. ചോദ്യം 46. ആരുടെയെല്ലാം ഗതി ഒന്ന് തന്നെ എന്നാണ് പറയുന്നത്? എ. ധനികൻ്റെയും ദരിദ്രൻ്റെയും, ബി. നീതിമാൻ്റെയും പാപിയുടെയും, സി. മനുഷ്യമക്കളുടെയും മൃഗങ്ങളുടെയും, ഡി. രാജാവിൻ്റെയും ദാസൻ്റെയും. ഉത്തരം സി. മനുഷ്യമക്കളുടെയും മൃഗങ്ങളുടെയും. ചോദ്യം 47. മനുഷ്യന് ഏറ്റവും നല്ലതായി സഭാപ്രസംഗകൻ കാണുന്നത് എന്താണ്? എ. കൂടുതൽ സമ്പാദിക്കുന്നത്, ബി. തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നത്, സി. പ്രശസ്തനാകുന്നത്, ഡി. ഒന്നും ചെയ്യാതിരിക്കുന്നത്. ഉത്തരം ബി. തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നത്. ചോദ്യം 48. സഭാപ്രസംഗകൻ 6:2 സമാനമായ പുതിയ നിയമ ഭാഗം ഏത്? എ. ലൂക്ക 12:20, ബി. 12:21, സി. 12:22, ഡി. 12:23. ഉത്തരം എ. ലൂക്ക 12:20. ചോദ്യം 49. സ്വപ്നങ്ങൾ ഏറുമ്പോൾ പൊള്ളവാക്കുകളും വർദ്ധിക്കുന്നു, അതുകൊണ്ട് ആരെയാണ് ഭയപ്പെടേണ്ടത്? എ. മരണത്തെ, ബി. രാജാവിനെ, സി. ദൈവത്തെ, ഡി. ശത്രുവിനെ. ഉത്തരം സി. ദൈവത്തെ. ചോദ്യം 50. ഉപദേശം നിരസിക്കുന്ന വൃദ്ധനായ രാജാവിനേക്കാൾ ഭേദം ആര്? എ. ധനികനായ മന്ത്രി, ബി. മറ്റൊരു രാജാവ്, സി. സൈനികൻ, ഡി. നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. ഉത്തരം ഡി. നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. തുടർന്നുള്ള 30 ചോദ്യങ്ങൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുമുള്ളവയാണ്. ചോദ്യം 51. നിയമം മോശ വഴിയാണ് നൽകപ്പെട്ടതെങ്കിൽ യേശുക്രിസ്തു വഴി ഉണ്ടായത് എന്താണ്? എ. നീതിയും സമാധാനവും, ബി. സത്യവും നീതിയും, സി. കൃപയും സത്യവും, ഡി. രക്ഷയും സമാധാനവും. ഉത്തരം സി. കൃപയും സത്യവും. ചോദ്യം 52. കാനായിലെ വിവാഹവിരുന്നിന് ശേഷം കഫർനാമിലേക്ക് പോയ യേശുവിനെ അനുധാവനം ചെയ്തവർ ആരെല്ലാം? എ. അമ്മ, സഹോദരിമാർ, ശിഷ്യന്മാർ, ബി. അമ്മ, ജനങ്ങൾ, ശിഷ്യന്മാർ, സി. അമ്മ, സഹോദരർ, ഫരിസയർ, ഡി. അമ്മ, സഹോദരർ, ശിഷ്യന്മാർ. ഉത്തരം ഡി. അമ്മ, സഹോദരർ, ശിഷ്യന്മാർ. ചോദ്യം 53. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ സംഭവം പഴയ നിയമത്തിൽ എവിടെയാണുള്ളത്? എ. മലാക്കി 11:9, ബി. സംഖ്യ 21:9, സി. സങ്കീർത്തനങ്ങൾ 31:9, ഡി. സംഖ്യ 20:9. ഉത്തരം ബി. സംഖ്യ 21:9. ചോദ്യം 54. പൂർവ്വപിതാവായ യാക്കോബിൻ്റെ കാലത്ത് യാക്കോബിൻ്റെ കിണറ്റിൽ നിന്നും ആരൊക്കെ വെള്ളം കുടിച്ചിരുന്നു എന്നാണ് സമരിയാക്കാരി സ്ത്രീ അവകാശപ്പെടുന്നത്? എ. ഏസാവും അവൻ്റെ മക്കളും കന്നുകാലികളും, ബി. യാക്കോബും അവൻ്റെ മക്കളും അയൽവാസികളും, സി. യാക്കോബും അവൻ്റെ മക്കളും കന്നുകാലികളും, ഡി. യാക്കോബും നാട്ടുകാരും കന്നുകാലികളും. ഉത്തരം സി. യാക്കോബും അവൻ്റെ മക്കളും കന്നുകാലികളും. ചോദ്യം 55. സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. എപ്രകാരം പ്രവർത്തിച്ചതിനാൽ? എ. സാബത്തിൽ രോഗശാന്തി നൽകിയതിനാൽ, ബി. സാബത്തിൽ കിടക്കിയെടുത്ത് നടക്കാൻ പറഞ്ഞതിനാൽ, സി. സാബത്തിൽ ദൈവരാജ്യം പ്രസംഗിച്ചതിനാൽ,
ഡി സാബത്തിൽ ഉപവാസം ലംഘിച്ചതിനാൽ? ഉത്തരം ബി സാബത്തിൽ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞതിനാൽ. ചോദ്യം 56. അപ്പം വർദ്ധിപ്പിച്ചു നൽകിയ സംഭവത്തിന് ശേഷം ശിഷ്യന്മാർ എവിടേക്കാണ് പോയത്? എ യൂദയായിലേക്ക്, ബി കഫർനാമിലേക്ക്, സി ജെറുസലേമിലേക്ക്, ഡി സമരിയായിലേക്ക്. ഉത്തരം ബി കഫർനാമിലേക്ക്. ചോദ്യം 57. എന്തു കാരണം കൊണ്ടാണ് ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്നു പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചത്? എ യേശുവിൻ്റെ സംസാര ശൈലി കേട്ടിട്ട്, ബി യേശു ഒരു നിയമജ്ഞൻ അല്ലാതിരുന്നതുകൊണ്ട്, സി യേശു ഒരു പുരോഹിതൻ അല്ലാതിരുന്നതുകൊണ്ട്, ഡി യേശു ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ. ഉത്തരം ഡി യേശു ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ. ചോദ്യം 58. താൻ വിധിക്കുന്നെങ്കിൽ ആ വിധി സത്യമാകാൻ കാരണം എന്താണ്? എ നിയമമനുസരിച്ചുള്ളതിനാൽ, ബി താൻ തനിച്ചല്ല പിതാവും കൂടെയുള്ളതിനാൽ, സി മുൻപ് എഴുതിയതുകൊണ്ട്, ഡി നീതിപൂർവകമായതുകൊണ്ട്. ഉത്തരം ബി താൻ തനിച്ചല്ല പിതാവും കൂടെയുള്ളതിനാൽ. ചോദ്യം 59. തിരുനാളിന് വന്നുകൂടിയ ജനക്കൂട്ടം എന്ത് എടുത്തുകൊണ്ടാണ് യേശുവിനെ എതിരേൽക്കാൻ പുറപ്പെട്ടത്? എ ഒലിവ് ചില്ലകൾ, ബി ഈന്തപ്പനയുടെ കൈകൾ, സി സ്വന്തം വസ്ത്രങ്ങൾ, ഡി ബലിവസ്തുക്കളുമായി. ഉത്തരം ബി ഈന്തപ്പനയുടെ കൈകൾ. ചോദ്യം 60. യോഹന്നാൻ 1:18 യേശുക്രിസ്തുവിന് നൽകിയിരിക്കുന്ന വിശേഷണം എന്ത്? എ വഴിയും സത്യവും ജീവനുമായവൻ, ബി ദൈവം തന്നെയായ ഏകജാതൻ, സി സത്യം തന്നെയായ മനുഷ്യപുത്രൻ, ഡി പ്രവചന പൂർത്തീകരണമായ ദൈവപുത്രൻ. ഉത്തരം ബി ദൈവം തന്നെയായ ഏകജാതൻ. ചോദ്യം 61. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം എന്ത്? എ ആദ്യ ശിഷ്യന്മാർ, ബി പീലിപ്പോസും നഥാനയേലും, സി കാനായിലെ വിവാഹ വിരുന്ന്, ഡി യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഉത്തരം ഡി യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ചോദ്യം 62. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്നതിലൂടെ യേശു എന്താണ് ഉദ്ദേശിക്കുന്നത്? എ താൻ രാജാവാണ് എന്ന്, ബി ഞാൻ നിങ്ങളുടെ നേതാവാണ് എന്ന്, സി രക്ഷ തന്നിലൂടെ മാത്രമെന്ന്, ഡി തൻ്റെ കുരിശുമരണം. ഉത്തരം ഡി തൻ്റെ കുരിശുമരണം. ചോദ്യം 63. കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന് എന്ത് സംഭവിക്കും എന്നാണ് യേശു സമരിയാക്കാരി സ്ത്രീയോട് പറയുന്നത്? എ രോഗസൗഖ്യം ലഭിക്കും, ബി പാപമോചനം ലഭിക്കും, സി മരണം സംഭവിക്കും, ഡി വീണ്ടും ദാഹിക്കും. ഉത്തരം ഡി വീണ്ടും ദാഹിക്കും. ചോദ്യം 64. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. യോഹന്നാൻ 5:17 തുടർന്നു വരുന്ന ഭാഗമെന്ത്? എ ഞാനും പ്രവർത്തിക്കുന്നു, ബി അതിനാൽ ഞാനും പ്രവർത്തന നിരതനാണ്, സി അതിനാൽ നിങ്ങളും പ്രവർത്തന നിരതരാകുവിൻ, ഡി അതിനാൽ എല്ലാവരും പ്രവർത്തന നിരതരാകുവിൻ. ഉത്തരം എ ഞാനും പ്രവർത്തിക്കുന്നു. ചോദ്യം 65. അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ സംഭവത്തിന് ശേഷം ശിഷ്യന്മാർ കഫർനാമിലേക്ക് പോകുമ്പോൾ കടൽ ക്ഷോഭിക്കാൻ കാരണമെന്ത്? എ വേലിയേറ്റമായിരുന്നതുകൊണ്ട്, ബി വേലി ഇറക്കമായിരുന്നതുകൊണ്ട്, സി ശക്തിയേറിയ കാറ്റടിച്ചിരുന്നതുകൊണ്ട്, ഡി യേശുവിനെ കൂടാതെ പോയതിനാൽ. ഉത്തരം സി ശക്തിയേറിയ കാറ്റടിച്ചിരുന്നതുകൊണ്ട്. ചോദ്യം 66. തൻ്റെ അറിവിൻ്റെ ഉറവിടം എന്തെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ പ്രാർത്ഥന, ബി വിശുദ്ധ ജീവിതം, സി തന്നെ അയച്ച പിതാവ്, ഡി കഠിന പ്രയത്നം. ഉത്തരം സി തന്നെ അയച്ച പിതാവ്. ചോദ്യം 67. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് പറയുന്ന പഴയ നിയമ ഭാഗമേത്? എ നിയമാവർത്തനം 19:15-17-6, ബി നിയമാവർത്തനം 19:15-16-7, സി നിയമാവർത്തനം 15:19-17-6, ഡി നിയമാവർത്തനം 19:15-6-17. ഉത്തരം എ നിയമാവർത്തനം 19:15-17-6. ചോദ്യം 68. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ.
പഴയ നിയമത്തിൽ എവിടെയാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്? എ. സങ്കീർത്തനങ്ങൾ 118 26 മുതൽ 27 വരെ വാക്യങ്ങൾ. ബി. 119 25 26. സി. 118 35 36. ഡി. ഏശയ്യ 25 26. ഉത്തരം എ. സങ്കീർത്തനങ്ങൾ 118 അധ്യായം 26 മുതൽ 27 വരെ വാക്യങ്ങളിൽ. ചോദ്യം 69. നീ ആരാണ് എന്ന് ചോദിക്കാൻ ജെറുസലേമിൽ നിന്ന് സ്നാപക യോഹന്നാൻ്റെ പക്കലേക്ക് യഹൂദർ അയച്ചത് ആരെയൊക്കെയാണ്? എ. നിയമജ്ഞരെയും ഫരിസേയരെയും. ബി. സദുക്കായരെയും ജനപ്രമാണികളെയും. സി. പുരോഹിതന്മാരെയും നിയമജ്ഞരെയും. ഡി. പുരോഹിതന്മാരെയും ലേവ്യരെയും. ഉത്തരം ഡി. പുരോഹിതന്മാരെയും ലേവ്യരെയും. ചോദ്യം 70. യോഹന്നാൻ 2:13 പ്രകാരം യേശു ജെറുസലേമിലേക്ക് പോകാൻ കാരണമെന്ത്? എ. നേർച്ച നിറവേറ്റാൻ വേണ്ടി. ബി. ദേവാലയം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. സി. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ. ഡി. കൂടാരത്തിരുന്നാളിൽ പങ്കെടുക്കാൻ. ഉത്തരം സി. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ. ചോദ്യം 71. എന്തിനു വേണ്ടിയാണ് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറയുന്നത്? എ. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. ബി. ജനങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി. സി. വചനം എല്ലാവരിലേക്കും എത്തുന്നതിനു വേണ്ടി. ഡി. എല്ലാവരും തന്നെ ആരാധിക്കുന്നതിനു വേണ്ടി. ഉത്തരം എ. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. ചോദ്യം 72. കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ യേശു നൽകുന്ന വെള്ളം കുടിക്കുന്നവന് എന്തു സംഭവിക്കും? എ. നിത്യജീവൻ പ്രാപിക്കും. ബി. രോഗസൗഖ്യം ലഭിക്കും. സി. പാപമോചനം ലഭിക്കും. ഡി. പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഉത്തരം ഡി. പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ചോദ്യം 73. യോഹന്നാൻ 5:18 പ്രകാരം യഹൂദർ യേശുവിനെ വധിക്കാൻ പരിശ്രമിച്ചതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? എ. നിയമം ലംഘിച്ചു, ദൈവത്തെ പിതാവെന്ന് വിളിച്ചു. ബി. സാബത്ത് ലംഘിച്ചു, ദൈവത്തെ പിതാവെന്ന് വിളിച്ചു. സി. സാബത്ത് ലംഘിച്ചു, സ്വയം ദൈവമെന്ന് പ്രഖ്യാപിച്ചു. ഡി. സാബത്ത് ലംഘിച്ചു, അധികാരികളെ ധിക്കരിച്ചു. ഉത്തരം ബി. സാബത്ത് ലംഘിച്ചു, ദൈവത്തെ പിതാവെന്ന് വിളിച്ചു. ചോദ്യം 74. 25 30 തണ്ടു വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. എ. കിലോമീറ്റർ ദൂരം വള്ളത്തെ. ബി. സ്താദിയോൻ ദൂരം കരയെ. സി. സ്താദിയോൻ ദൂരം തങ്ങളെ. ഡി. സ്താദിയോൻ ദൂരം വള്ളത്തെ. ഉത്തരം ഡി. സ്താദിയോൻ ദൂരം വള്ളത്തെ. ചോദ്യം 75. എപ്പോഴാണ് യേശു ദേവാലയത്തിൽ ചെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു തുടങ്ങിയത്? എ. കൂടാരത്തിരുന്നാൾ പകുതിയായപ്പോൾ. ബി. കൂടാരത്തിരുന്നാൾ ആരംഭിച്ചപ്പോൾ. സി. കൂടാരത്തിരുന്നാളിൻ്റെ അവസാന ദിവസം. ഡി. ബലിയർപ്പണത്തിനിടയിൽ. ഉത്തരം എ. കൂടാരത്തിരുന്നാൾ പകുതിയായപ്പോൾ. ചോദ്യം 76. യേശുവിന് വേണ്ടി സാക്ഷ്യം നൽകുന്ന 2 വ്യക്തികൾ ആരെല്ലാം? എ. യേശുവും യോഹന്നാനും. ബി. യോഹന്നാനും പിതാവും. സി. മോശയും പിതാവും. ഡി. യേശുവും പിതാവും. ഉത്തരം ഡി. യേശുവും പിതാവും. ചോദ്യം 77. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? എ. ആരാധിക്കുന്നു. ബി. ഞങ്ങളെ രക്ഷിക്കണമേ. സി. രാജാവിന് സ്വാഗതം. ഡി. വിമോചകനായ ദൈവമേ. ഉത്തരം ബി. ഞങ്ങളെ രക്ഷിക്കണമേ. ചോദ്യം 78. ഏലിയ പ്രവാചകൻ്റെ 2ാം വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമ ഗ്രന്ഥമേത്? എ. മലാക്കി 4:5. ബി. ഏശയ്യ 4:5. സി. ജെറമിയ 4:5. ഡി. സക്കറിയ 4:5. ഉത്തരം എ. മലാക്കി 4:5. ചോദ്യം 79. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെ കൂടാതെ മറ്റാരെയാണ് യേശു ദേവാലയത്തിൽ കണ്ടത്? എ. നാണയം മാറ്റാനിരിക്കുന്നവരെ. ബി. പുരോഹിത പ്രമുഖന്മാരെ. സി. ദേവാലയ ശുശ്രൂഷകരെ. ഡി. സദുക്കായരെ. ഉത്തരം എ. നാണയം മാറ്റാനിരിക്കുന്നവരെ. ചോദ്യം 80. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്നാണ് യോഹന്നാൻ 3:16 പറയുന്നത്? എ. കുരിശുമരണം ഏറ്റെടുക്കാൻ തക്കവിധം.
ബി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം, സി ദൈവം മനുഷ്യനായി അവതരിക്കാൻ തക്കവിധം, ഡി ദൈവപുത്രന് കാലിത്തൊഴുത്തിൽ പിറക്കാൻ തക്കവിധം. ഉത്തരം ബി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം. തുടർന്ന് ഗലാത്യ ലേഖനത്തിൽ നിന്നുമുള്ള 20 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ചോദ്യം 81. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ ക്രിസ്തു എന്ത് ചെയ്തു? എ കുരിശിൽ മരിച്ചു, ബി സ്വയം ബലിയായി, സി തന്നെ ബലിയർപ്പിച്ചു, ഡി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തു. ഉത്തരം സി തന്നെ ബലിയർപ്പിച്ചു. ചോദ്യം 82. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് ഏതു വചനത്തിലാണ് വായിക്കുന്നത്? എ ഗലാത്യ 2:20, 5:18, 5:19, 6:7. ഉത്തരം ഡി ഗലാത്യ 6:7. ചോദ്യം 83. ഗലാത്യർക്കുള്ള ലേഖനം എഴുതപ്പെട്ട കാലഘട്ടം ഏതാണ്? എ AD 33-40, ബി AD 53-58, സി AD 45-50, ഡി AD 60-65. ഉത്തരം ബി AD 53-58. ചോദ്യം 84. ഗലാത്യ 5:23 പ്രതിപാദിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ ഏതെല്ലാം? എ ക്ഷമ, ദയ, ബി ആനന്ദം, സമാധാനം, സി സൗമ്യത, ആത്മസംയമനം, ഡി നന്മ, വിശ്വസ്തത. ഉത്തരം സി സൗമ്യത, ആത്മസംയമനം. ചോദ്യം 85. ഗലാത്യയിലെ സഭയിൽ എത്തരത്തിലുള്ള വിശ്വാസികളാണ് കൂടുതലായി ഉണ്ടായിരുന്നത്? എ യഹൂദ ക്രിസ്ത്യാനികൾ, ബി വിജാതീയ ക്രിസ്ത്യാനികൾ, സി യഹൂദേതര ക്രിസ്ത്യാനികൾ, ഡി പരമ്പരാഗത ക്രിസ്ത്യാനികൾ. ഉത്തരം സി യഹൂദേതര ക്രിസ്ത്യാനികൾ. ചോദ്യം 86. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ്. ഗലാത്യ 3:16. ഇവിടെ സന്തതി എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ ഇസ്രായേൽ ജനത്തെ, ബി ഇസ്ഹാക്കിനെ, സി ക്രിസ്തുവിനെ, ഡി മോശയെ. ഉത്തരം സി ക്രിസ്തുവിനെ. ചോദ്യം 87. എന്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല എന്നാണ് ഗലാത്യ 3:12 വിശുദ്ധ പൗലോസ് പ്രഖ്യാപിക്കുന്നത്? എ സ്നേഹത്തിൻ്റെ, ബി കൃപയുടെ, സി വാഗ്ദാനത്തിൻ്റെ, ഡി നിയമത്തിൻ്റെ. ഉത്തരം ഡി നിയമത്തിൻ്റെ. ചോദ്യം 88 പൂരിപ്പിക്കുക. എന്തെന്നാൽ പരിച്ഛേദിതർക്കുള്ള ഡാഷ് പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ ഡാഷ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. എ നിയമം വിജാതിയർക്ക് വേണ്ടി, ബി പ്രേഷിതത്വം വിജാതിയർക്ക് വേണ്ടി, സി സുവിശേഷം അവിശ്വാസികൾക്ക് വേണ്ടി, ഡി പ്രേഷിതത്വം അപരിച്ഛേദിതർക്ക് വേണ്ടി. ഉത്തരം ബി പ്രേഷിതത്വം വിജാതിയർക്ക് വേണ്ടി. ചോദ്യം 89. താൻ എഴുതിയത് സത്യമാണെന്നതിന് പൗലോസ് ആരെ സാക്ഷിയാക്കുന്നു? എ കേപ്പായെ, ബി തന്നെ, സി ദൈവത്തെ, ഡി ഗലാത്യക്കാരെ. ഉത്തരം സി ദൈവത്തെ. ചോദ്യം 90. അഞ്ചാമതായി പ്രതിപാദിക്കുന്ന ആത്മാവിൻ്റെ ഫലം ഏതാണ്? എ വിശ്വസ്തത, ബി നന്മ, സി ദയ, ഡി ക്ഷമ. ഉത്തരം സി ദയ. ചോദ്യം 91. ശാരീരികമായ ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങളെ എന്തിനു നിർബന്ധിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ പരിച്ഛേദനത്തിന്, ബി ബലിയർപ്പിക്കാൻ, സി പരിച്ഛേദന കർമ്മത്തിന്, ഡി നിയമം പാലിക്കാൻ. ഉത്തരം സി പരിച്ഛേദന കർമ്മത്തിന്. ചോദ്യം 92. ആരാണ് വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ലാത്തത്? എ പുത്രൻ, ബി പിന്തുടർച്ചാ അവകാശി, സി സഹോദരൻ, ഡി മക്കൾ. ഉത്തരം ബി പിന്തുടർച്ചാ അവകാശി. ചോദ്യം 93. സഹോദരരെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, എന്നാൽ എന്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുത്? എ ലൗകിക സുഖത്തിനുള്ള, ബി ഭൗതിക സുഖത്തിനുള്ള, സി ലൗകിക സ്വാതന്ത്ര്യത്തിനുള്ള, ഡി ഭൗതിക സ്വാതന്ത്ര്യത്തിനുള്ള. ഉത്തരം ബി ഭൗതിക സുഖത്തിനുള്ള. ചോദ്യം 94. അധ്യായവും വാക്യവും ഏത്? യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു.
എ ഗലാത്യ 6:16, ബി 4:17, സി 1:18, ഡി 5:24. ഉത്തരം ഡി ഗലാത്യ 5:24. ചോദ്യം 95. അധ്യായവും വാക്യവും ഏത്? എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. എ ഗലാത്യ 1:13, ബി ഗലാത്യ 3:14, സി ഗലാത്യ 2:19, ഡി ഗലാത്യ 4:16. ഉത്തരം സി ഗലാത്യ 2:19. ചോദ്യം 96. പിന്തുടർച്ചാവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ഏത് പ്രായത്തിൽ അവൻ അടിമയിൽ നിന്ന് വിഭിന്നനല്ല? എ പക്വത പ്രാപിക്കുന്ന കാലം വരെ, ബി ശിശുവായിരിക്കുന്നിടത്തോളം കാലം, സി ബാലനായിരിക്കുന്നിടത്തോളം കാലം, ഡി പ്രായപൂർത്തിയാകുന്നതുവരെ. ഉത്തരം സി ബാലനായിരിക്കുന്നിടത്തോളം കാലം. ചോദ്യം 97. ഗലാത്യ 3:5 യേശുക്രിസ്തു ഗലാത്യക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച 2 കാര്യങ്ങൾ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. ഇതിൽ രണ്ടാമത് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ ആത്മാവിനെ നൽകുന്നതിനെ, ബി പാപങ്ങൾ ക്ഷമിക്കുന്നതിനെ, സി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെ, ഡി സഭ സ്ഥാപിക്കുന്നതിനെ. ഉത്തരം സി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെ. ചോദ്യം 98. ഗലാത്യ 3:7 പ്രകാരം ആരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ? എ ഇസ്രായേല്യർ, ബി വിശ്വാസമുള്ളവർ, സി നിയമജ്ഞർ, ഡി വിജാതീയർ. ഉത്തരം ബി വിശ്വാസമുള്ളവർ. ചോദ്യം 99. ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയനായി നിങ്ങൾ എപ്രകാരമാണ് അവനെ വീണ്ടെടുക്കേണ്ടത്? എ സ്നേഹത്തോടെ, ബി കാരുണ്യത്തോടെ, സി ദയയോടെ, ഡി സൗമ്യതയോടെ. ഉത്തരം ഡി സൗമ്യതയോടെ. ചോദ്യം 100. പിന്നീട് 14 വർഷത്തിന് ശേഷം ബാർണബാസിനോടുകൂടെ ഞാൻ വീണ്ടും ജെറൂസലേമിലേക്ക് പോയി എന്ന് ഗലാത്യ 2:1 പറയുന്നു. അങ്ങനെയെങ്കിൽ ആദ്യ സന്ദർശനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനമേത്? എ ഗലാത്യ 2:11, ബി ഗലാത്യ 2:12, സി ഗലാത്യ 1:18, ഡി ഗലാത്യ 1:14. ഉത്തരം സി ഗലാത്യ 1:18. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നമ്മ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.